നമസ്കാരം. ആഭ്യന്തര കുറ്റവാളിയുടെ വിശേഷമാണ്. ആസിഫ് അലി കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ സിനിമ, സേതുനാഥ് പത്മകുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ, 2 മണിക്കൂർ 1 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ. കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമയുടെ OTT റിലീസ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരാൾ ഇങ്ങനെ എന്നെക്കുറിച്ച് കമന്റ് ഇട്ടാണ് കണ്ടു. അതായത് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണോ ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തതെന്ന്. എന്നെ സംബന്ധിച്ച് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്ത ഒരു സിനിമയാണ്. ഒരു സ്ത്രീ ഒരു നുണ പറഞ്ഞാൽ, അത് കരച്ചിലിന്റെ മേമ്പോടുകൂടി പറഞ്ഞാൽ അത് വിശ്വസിച്ച് പോകുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഞാനൊരു സ്ത്രീ വിരോധിയൊന്നുമല്ല. പക്ഷേ സ്ത്രീ ആയാലും പുരുഷനായാലും ശരി, പറയുന്നത് സത്യമാണെന്ന് വാലിഡേറ്റ് ചെയ്യപ്പെടാണ്ട് ഒരാൾ കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ച് ആഭ്യന്തര കുറ്റവാളി. ഈ സിനിമയുടെ നെടുംതൂണായിട്ട് നിന്നത് ആസിഫ് അലിയുടെ പെർഫോമൻസ് ആണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ആസിഫ് അലി ബിഹേവ് ചെയ്യണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ആക്ട് ചെയ്യണ പോലെ തോന്നാറില്ല. അത്ര മനോഹരമായിട്ടാണ് ആസിഫ് ജീവിച്ചാണ് ഇപ്പോൾ ഓരോ കഥാപാത്രങ്ങളിലും അഭിനയിക്കാറ്. കെട്ടിയോളാൻ എൻ്റെ മാലാഖം മുതലാന്ന് തോന്നുന്നു. ഭയങ്കര ട്രാൻസ്ഫോർമേഷനാണ് ആക്ടിങ്ങിൽ. പിന്നെ അടുത്തത് എനിക്ക് തോന്നിയത് ഹരിശ് അശോകൻ വളരെ മനോഹരമായൊരു കഥാപാത്രം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ സീനിൽ ഒരു ബിരിയാണി കഴിക്കുന്ന ആസിഫിൻ്റെ നേരെ നോക്കി ഒരു ചെറിയ ഡയലോഗ് പറഞ്ഞ ഒരു പെർഫോമൻസ് ഉണ്ട്. ശരിക്കും കണ്ണ് നിറഞ്ഞു പോകുന്ന രീതിയിൽ ആക്ട് ചെയ്യാൻ ഹരിശ് അശോകന് സാധിച്ചിട്ടുണ്ട്. വീണ്ടും പിന്നെ നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാരുണ്ട്, ആസിഫ് അലിയുടെ അച്ഛനായിട്ടുള്ള കഥാപാത്രം. പിന്നെ ദർശന രാജേന്ദ്രൻ്റെ അമ്മ, അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവർ രണ്ടുപേരും നല്ല രസമായിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഇതിനകത്തൊരു അഡ്വക്കേറ്റ് അനില എന്ന കഥാപാത്രം വളരെ മനോഹരമായിട്ട് നല്ല പ്ലസൻ്റായിട്ട് ആ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സൂപ്പറായിരുന്നു ആ റോള്. ആസിഫ് അലിയുടെ പുതുമുഖമായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് അവതരിപ്പിച്ച ഒരാൾ പുതുമുഖമെന്ന് എനിക്ക് തോന്നുന്നു, നയന എന്ന കഥാപാത്രം. അവരും അവരുടെ റോൾ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് എനിക്ക് പറയാൻ തോന്നിയത് 2 കൂട്ടുകാരുണ്ട് ആസിഫ് അലിക്ക്. ഒന്ന് അസീസ് നെടുമങ്ങാടും ആനന്ദ് മന്മഥനും. നല്ല രസമായിട്ട് ആ റോൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടുകാരൻ നമ്മൾ ആരും ആഗ്രഹിച്ചു പോകും. എന്ത് സംഭവിച്ചാലും ശരി നമ്മുടെ കൂടെ ഉണ്ടാകുന്ന 2 ആൾക്കാർ. അതൊക്കെ ഭയങ്കര കിടിലമായിട്ട് പ്രസന്റ് ചെയ്യാൻ ഈ സിനിമ സാധിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് സംവിധാനം ചെയ്ത ഒരു ചെറിയ സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലി കല്യാണം കഴിക്കുന്നു. അതിനുശേഷം കുടുംബജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകുന്നു. അതിനുശേഷം അത് നേരെ ഡൈവോഴ്സിൻ്റെ പക്കത്തിലേക്കും അല്ലെങ്കിൽ കോടതിയിലേക്കും പോകുന്നു. കോടതിയിൽ വെച്ച് സംഭവിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ്. ജഗദീഷുണ്ട്, പിന്നെ വിജയകുമാറുണ്ട്. ഇവർ രണ്ടുപേരാണ് അഡ്വക്കേറ്റ്സ് ആയിട്ട് വരുന്നത്. വളരെ മനോഹരമായിട്ട് അവരുടെ റോളും ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് കോർട്ട് സീൻസിലെല്ലാം വളരെ മനോഹരമായിട്ട് ആസിഫ് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ഓവറോൾ ഒട്ടും സമയം നഷ്ടപ്പെട്ടു എന്ന് തോന്നാതെ കണ്ടിരിക്കാവുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് ആഭ്യന്തര കുറ്റവാളി. ഡെഫിനറ്റ് ആയിട്ടും കണ്ടു നോക്കണം. കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.